അഡ്വക്കേറ്റ് ബി എൻ ആസ്ക, നമ്മുടെ നാട്ടിലെ നിയമപാലകരുടെ പണി എന്താണ്? ഇപ്പോൾ പോലീസുകാരെ ഇടപെടുവിക്കാതെ മുസല്യാരും മുക്രിയും ഉസ്താദും ഇറങ്ങി സമുദായ അംഗങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസുകളിൽ തീർപ്പുണ്ടാക്കണമെന്ന് മതത്തെ തള്ളിപ്പറയുന്ന ഒരു പാർട്ടിയെ നയിക്കുന്ന നേതാവ് പറയുന്നതിലെ ഔചിത്യം എന്താണ്? നിയമം ലംഘിക്കുന്നവരെ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കേണ്ടതും അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതും മത നേതാക്കളാണോ പോലീസാണോ? രണ്ടാം പേര് ഇതിൽ കാണേണ്ടത് ഇസ്ലാമിക മതവിശ്വാസികളിൽ ഒരു തെറ്റായ ധാരണ രൂഢമൂലമായിട്ടുണ്ട്. ചുങ്കം കൊടുക്കുക അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമാണെന്ന തെറ്റിദ്ധാരണ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ, ഇസ്ലാം മത അനുഷ്ഠിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ കള്ളക്കടത്ത് ഇടപാടുകളിൽ, സ്വർണം അടക്കമുള്ള കള്ളക്കടത്ത് ഇടപാടുകളിൽ യഥാർത്ഥത്തിൽ അത് ഒരു ഹറാം ആണെന്ന് തോന്നൽ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഇല്ല എന്ന ഒരു കാര്യം ആണ്. ആ അർത്ഥത്തിലാണ് ശ്രീ കെ ടി ജലീൽ ഇത്തരത്തിൽ ഒരു മതഫത്വ പുറപ്പെടുവിക്കണം. കേരളത്തിലെ നിരവധി മസ്ജിദുകളുടെ അല്ലെങ്കിൽ മഹല്ലുകളുടെ ഖാസി കൂടിയായിട്ടുള്ള പാണക്കാട് തങ്ങൾ അത് പറഞ്ഞാൽ, ബാക്കി കാസിമാരും അത് ഏറ്റു പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നത്, കള്ളക്കടത്ത് ചെയ്യുന്നത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ പ്രതിസ്ഥാനത്ത് വരുന്നത് എണ്ണത്തിൽ കൂടുതലാണെന്നുള്ളത് കൊണ്ട് കള്ളക്കടത്ത് ഒരു കുറ്റകൃത്യമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നൊരു മതഫത്വ മുസ്ലിങ്ങൾക്കിടയിൽ പുറപ്പെടുവിച്ചാൽ ആ മതവിധിയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയമായും ആളുകൾ ഈ കള്ളക്കടത്തിൽ, സ്വർണം കള്ളക്കടത്ത് അടക്കമുള്ള കള്ളക്കടത്തുകളിൽ നിന്നും മുസ്ലിം സമുദായങ്ങൾ പിന്തിരിയുന്നതിന് ഇടവരും എന്ന സതുദ്ദേശപരമായിട്ടുള്ള ഒരു പരമാർത്ഥത്തെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ പറ്റി പരാമർശിച്ചു എന്ന അർത്ഥത്തിൽ ഒരു തെറ്റായ ബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുകയും അതുവഴി കേരളത്തിലെ ബഹുസ്വരത ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു വന്നതിന്റെ തുടർച്ചയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. വളരെ സതുദ്ദേശപരമായി ശ്രീ കെ ടി ജലീൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശം ഒരുപക്ഷെ അത് ഒരു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ കള്ളക്കടത്തും സ്വർണവും കള്ളക്കടത്തുമായി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് ഇസ്ലാം വിരുദ്ധമാണെന്ന ബോധം അവരിലേക്ക് എത്തിക്കുക എന്ന സദുദ്ദേശം മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. കെ ടി ജലീൽ പറഞ്ഞതിനെ നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷേ അദ്ദേഹം പാർട്ടിയുടെ അംഗമൊന്നും അല്ലല്ലോ. അദ്ദേഹം പാർട്ടി സഹയാത്രികനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. പക്ഷേ ഈ ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ നമുക്ക് ജലീൽ പറഞ്ഞതുമായിട്ട് താരതമ്യപ്പെടുത്തി അതിനെ കാണാൻ പറ്റുമോ? അല്ല, ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് അങ്ങനെ ഒരു പ്രസ്താവനയല്ലല്ലോ. നിങ്ങളിലെ മാധ്യമ പ്രവർത്തകർ ചിലർ കെ ടി ജലീലിന്റെ ഈ മതവിധിയെ സംബന്ധിച്ച് നടത്തിയുള്ള പരാമർശത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മാത്രമാണല്ലോ വളരെ സജീവമായി അദ്ദേഹം അതിനൊരു അഭിപ്രായം പറയുന്നത്. ആ അഭിപ്രായ പ്രകടനത്തെ CPM-ന്റെ അഭിപ്രായ പ്രകടനമായും അത് CPM നടത്തിയ ഒരു പ്രസ്താവനയായും കരുതേണ്ടതില്ല. അദ്ദേഹം മതവിശ്വാസവും മതബോധവും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. അതുകൊണ്ട് പാർട്ടി അംഗങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശമോ പാർട്ടി അനുഭാവികൾക്ക് നൽകുന്ന നിർദ്ദേശമോ അല്ല സഖാവ് ഗോവിന്ദ മാസ്റ്റർ നടത്തിയിട്ടുള്ളത്. കെ ടി ജലീൽ പറഞ്ഞ പരാമർശത്തെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നു. ഒരുപക്ഷെ സമുദായ അംഗങ്ങൾ, മത നേതാക്കന്മാർ പറഞ്ഞാൽ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അത്തരത്തിൽ ഒരു തീരുമാനമെടുത്താൽ അത് സ്വാഭാവികമായും ഈ കള്ളക്കടത്ത് കുറയുന്നതിനൊരു സാഹചര്യം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പിന്നെ പോലീസിന് മറ്റു വേറെ പണിയില്ലേ എന്നുള്ളത്. ഇപ്പൊ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് പോലീസ് സ്റ്റേഷൻ വഴിയോ അല്ലെങ്കിൽ സംസ്ഥാനത്തു നിന്നോ അല്ലല്ലോ, രാജ്യാന്തര കള്ളക്കടത്തുകളാണ് നടക്കാറുള്ളത്. ഇവിടെ കേന്ദ്ര ഏജൻസിയായ കസ്റ്റംസിന് എന്താ പണി? കസ്റ്റംസ് കൃത്യമായി സ്കാനർ ഉപയോഗിച്ചത് കണ്ടെത്തി കേസുകൾ മലപ്പുറത്ത് പിടിച്ചത് പോലീസല്ലേ? പോലീസ് എപ്പോഴാ കസ്റ്റംസ് പിടിക്കാത്തതുകൊണ്ടാണല്ലോ പോലീസിന് പിടിക്കേണ്ടി വരുന്നത്. അതിന് ഒരുപക്ഷെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുകൊണ്ടാണല്ലോ. അങ്ങനെയുള്ളവരുണ്ടല്ലോ. അല്ല അപ്പൊ കേന്ദ്ര ഏജൻസിയും ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ എന്ത് ചെയ്യായിരുന്നു ഇത്രയും കാലം? അവരുടെ പണി എന്താ? അപ്പൊ കേന്ദ്ര ഏജൻസികൾ പരാജയപ്പെട്ടിടത്ത് സംസ്ഥാനത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളതല്ലേ കാണേണ്ടത്. അപ്പോ അത് കേരള പോലീസിനെ അഭിനന്ദിക്കുകയല്ലേ ഇക്കാര്യത്തിൽ വേണ്ടത്? അതിന് പകരം കേരള പോലീസിന് വേറെ പണിയില്ലേ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെ പറയുന്നത് തന്നെ ശരിയാണോ? കേന്ദ്ര ഏജൻസികൾ ഫലപ്രദമായി വിമാനത്താവളങ്ങൾ വഴി കള്ളക്കടത്ത് തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന ഗൗരവതരമായിട്ടുള്ള വിഷയമല്ലേ ഇവിടെ പൊങ്ങി നിൽക്കുന്നത്? അത് അഡ്രസ് ചെയ്യാതെ, അതിനെക്കുറിച്ച് പറയാതെ, അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ
മറിച്ച് സംസ്ഥാന പോലീസ് ഏതോ തരത്തിൽ വലിയ കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളത് അതിന്റെ അല്ല, കേന്ദ്ര ഏജൻസികൾ കർത്തവ്യ ബോധത്തോടു കൂടി പ്രവർത്തിക്കണം. അതിലൊന്നും ഒരു എതിരഭിപ്രായവും ഇല്ല. ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ അതിലും കള്ളനാണയങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നേരത്തെ കസ്റ്റംസിൽ പ്രവർത്തിച്ച സുജിത് ദാസ് മലപ്പുറത്ത് SBI ചാർജ് എടുക്കുമ്പോൾ ആ പഴയ ബന്ധങ്ങളൊക്കെ പൊടിതട്ടി എടുത്ത് അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്കൊക്കെ, ഈ കേസുകൾ ഒത്തുതീർപ്പിലേക്ക് ഒക്കെ എത്തിക്കുന്നത് അങ്ങനെയാണല്ലോ. അതെല്ലാം അൻവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ തെളിവുകളും അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നോക്കൂ, ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നൊരു പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അപ്പം മതനേതാക്കന്മാർ ഇടപെടണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർ എന്ത് വിചാരിക്കും? മതനേതാക്കന്മാർ വിചാരിച്ചാൽ മാത്രമേ ഇവിടെ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ, നിയമവാഴ്ച ഉറപ്പിക്കാനാവൂ എന്നാണോ? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, പോലീസിന് എന്താ പണി എന്നുള്ളത്. നിങ്ങൾ ഒറ്റ കാര്യം അഡ്വക്കേറ്റ് അസ്ക, ഒറ്റ കാര്യം, നിങ്ങൾ പോലീസിനെ പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിപ്പിച്ചിരുന്നില്ലെങ്കിൽ, പോലീസിന് പ്രവർത്തന സ്വാതന്ത്ര്യം, അവർ അർഹിക്കുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ല. ഇപ്പം നോക്കൂ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവ, ഇപ്പം ജനം TV-യുടെ ഫ്ലോറിലിരുന്ന് ഞാൻ പറയുകയാണ്, അതായത് IS-ലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും ഒക്കെ, യുവാക്കളെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയ സമയത്തും ഞങ്ങൾ കേട്ട ഒരു ആരോപണം, ഒരു സമുദായത്തെ, മുസ്ലിം സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു ആരോപണം, ആക്ഷേപം ഉയർത്തിയത് ആരാ? അതിൻ്റെ മുൻനിരയിൽ നിന്നത് CPM-കാർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, മുഖ്യമന്ത്രി അടക്കം ഒരബദ്ധത്തിൽ ചെന്ന് ചാടിയപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. മറ്റ് തുറന്നു പറയുമോ, ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാവുമോ, പ്രത്യേകിച്ച് CPM-ൻ്റെ ഭാഗത്തുനിന്ന്? കാരണം ന്യൂനപക്ഷം ആണല്ലോ നിങ്ങളെയൊക്കെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്കാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം, ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കുന്ന ഒരു പരാമർശവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് സാധാരണ ഉണ്ടാവാറില്ല, അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്ന് പറയാൻ നിർബന്ധിതമായിരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നോക്കൂ, അതായത് ഇവർ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് ഈ ന്യൂനപക്ഷങ്ങളിലെ ഒരു ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. അവരെ പിൻ പോയിൻ്റ് ചെയ്യുമ്പോൾ, അവരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ജനറലൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് CPM-ആണ് എടുത്തത്. ഇപ്പം തിരിച്ചടിക്കുന്നു. അതല്ലേ സത്യം? ഇതിന് അങ്ങനെയല്ല. ഞങ്ങളെല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെയും കൃത്യമായ രാഷ്ട്രീയ ലൈൻ എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കണമെന്നുള്ളത് തന്നെയാണ്. ഞങ്ങളുടെ നിലപാടും ഞങ്ങളുടെ പ്രവർത്തനവും അത്തരത്തിൽ തന്നെയാണ്. ഞങ്ങൾ ഒരു തരത്തിലും അതിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല, ഒരു തരത്തിലും അതിൽ വെള്ളം ചേർത്തിട്ടില്ല. ഇവിടെ ന്യൂനപക്ഷ സമുദായങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം ചെയ്യുന്ന ഏതു തെറ്റിനെയും ന്യായീകരിച്ചുകൊണ്ടല്ല ഇടതുപക്ഷം കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഏതു തെറ്റിനെയും വിമർശിക്കുന്നുള്ള സ്വാതന്ത്ര്യം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മതമേലധ്യക്ഷന്മാരെയും പ്രത്യേകിച്ച് മുസ്ലിം മതപുരോഹിതന്മാരുടെ പൗരോഹിത്യത്തിലുള്ള വീഴ്ചകളെ വിമർശിക്കുന്നതിൽ ഇടതുപക്ഷം ജാഗ്രത കുറവ് കാട്ടിയിട്ടുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഇടതുപക്ഷം ശക്തമായ നിലപാടെടുത്തതിന്റെ സൂചന കൂടിയാണ് മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഈ വാക്കുകൾ, ഒടുവിലത്തെ വാക്കുകൾ. അതൊരു മലപ്പുറം ജില്ലയെയോ സമുദായത്തെയോ അപമാനിക്കുന്നതിനു വേണ്ടിയായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് അവിടുത്തെ ഭൂമിശാസ്ത്രം അറിയാം. കരിപ്പൂർ വിമാനത്താവളം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. സ്വാഭാവികമായി കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായും അത് മലപ്പുറം ജില്ലയുടെ അക്കൗണ്ടിൽ വരും. കോഴിക്കോട് വിമാനത്താവളം എന്ന് അറിയുന്നെങ്കിൽ പോലും 3-4 ജില്ലകളിലെ യാത്രക്കാർ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് കരിപ്പൂർ വിമാനത്താവളം. അപ്പൊ സ്വാഭാവികമായും മലപ്പുറം ജില്ലയുടെ മേൽ ക്രൈമുകളുടെ എണ്ണം കൂടുന്നിട്ടുണ്ടാവും. അതുകൊണ്ട് മലപ്പുറം ജില്ലക്കാരാകമാനവും അവിടെ മലപ്പുറം ജില്ല ഭൂരിപക്ഷ സമുദായാംഗങ്ങളായിട്ടുള്ള മുസ്ലിം സമുദായ ആകമാനം ഈ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്നൊരു അഭിപ്രായം പറയുകയല്ല ചെയ്തിട്ടുള്ളത്. വസ്തുതകളായി തന്നെയാണ് മുഖ്യമന്ത്രി ജനപക്ഷത്ത് വെച്ചത്. ആ രീതിയിൽ നമ്മൾ അതിനെ കാണണം. അതിന് പകരം ഇത് ബഹുസ്വരത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, മുസ്ലിം സമുദായത്തെ ആകമാനം മുഖ്യമന്ത്രിയെ അപമാനിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇപ്പോ CPM സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതും ഇത്തരത്തിൽ വളച്ചൊടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ആ ശ്രമം നിങ്ങൾ വൃഥാവിലാവുകയുള്ളൂ.
വസ്തുതകളെ വസ്തുതകളായി സമീപിക്കുക. ആ വസ്തുതകളെ നിങ്ങൾ വളച്ചൊടിക്കുന്നിടത്താണ് നിങ്ങൾ വെട്ടിലാവുന്നത് എന്ന ബോധ്യം കൂടി നിങ്ങൾക്കുണ്ടാവണം ഇക്കാര്യത്തിൽ.